നമസ്കാരം. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫിസിക്സിലെ രണ്ടാമത്തെ അധ്യായം മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഒരു മാഗ്നറ്റ് എന്താണെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? മാഗ്നറ്റിന്റെ പ്രത്യേകതകളും നിങ്ങൾക്കറിയാമായിരിക്കും. എന്താണ് ഒരു മാഗ്നറ്റിന്റെ പ്രത്യേകത? മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ പോയിന്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത് അല്ലേ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഇതാണ് ഒരു ബാർ മാഗ്നറ്റ്. ഈ ബാർ മാഗ്നറ്റ് നമ്മളൊരു ത്രെഡിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നു. ഒരു സ്റ്റാൻഡിൽ ത്രെഡിലൂടെ ഈ മാഗ്നറ്റിനെ നമ്മൾ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നു. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? കുറച്ചു നേരമൊക്കെ ഈ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളകി അവസാനം അതിൻ്റെ ഒരറ്റം നോർത്തിലേക്കും ഒരറ്റം സൗത്തിലേക്കും പോയിന്റ് ചെയ്യുന്ന രീതിയിൽ വന്ന് നിൽക്കുന്നു. അതായത് മാഗ്നറ്റ്സ് എപ്പോഴും നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ പോയിന്റ് ചെയ്തായിരിക്കും നിൽക്കുക. ഓൾവേസ് പോയിന്റ്സ് ടുവേർഡ്സ് നോർത്ത് സൗത്ത് ഡിറക്ഷൻ. ഇനി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? മാഗ്നറ്റിന് തുല്യമായിട്ടുള്ള മറ്റൊരു ഡിവൈസും നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? എല്ലാവരും കോമ്പസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കോമ്പസും അതിൻ്റെ നീഡിൽസും നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ പോയിന്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ കോമ്പസിൻ്റെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? കോമ്പസിൻ്റെ നീഡിൽ ചെറുതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ബാർ മാഗ്നറ്റ് നമ്മളൊരു അയൺ നെയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താ കാണാൻ സാധിക്കുക? ബാർ മാഗ്നറ്റ് അയൺ നെയിലിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നു അല്ലേ? ഇതെല്ലാം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള ഫിനോമിനാസ് ആയിരിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു ബാർ മാഗ്നറ്റിന്റെ അതിന് ചുറ്റുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അതിനെ ഒരു നിശ്ചിത ഏരിയയിൽ അതിനെന്തൊക്കെയോ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ഉദാഹരണങ്ങളിലും കണ്ടു, ഒരു ബാർ മാഗ്നറ്റ് കോമ്പസിൻ്റെയോ ഒരു അയൺ നെയിലിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു മാഗ്നറ്റിൻ്റെ ഒക്കെ അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയോ ചില വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു നിശ്ചിത ഏരിയയിൽ ഈ പറയുന്ന മാഗ്നറ്റിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആ ബാർ മാഗ്നറ്റിൻ്റെ ഒരു സറൗണ്ടിങ് ഏരിയയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ എടുക്കുന്നു. ആ ബാർ മാഗ്നറ്റ് ഒരു പേപ്പറിൽ വെക്കുന്നു. അതിനുശേഷം ആ ബാർ മാഗ്നറ്റിന് സറൗണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ആ പേപ്പറിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ അയൺ ഫില്ലിങ്സ് നമ്മൾ വിതറിക്കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ പേപ്പറിൽ ഈ അയൺ ഫില്ലിങ്സ് മൂലം ഒരു പാറ്റേൺ രൂപപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, കാരണം കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണത്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് അയൺ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു പാറ്റേൺ രൂപപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. രസകരമായ ഒരു പാറ്റേൺ രൂപപ്പെടുന്നത്, ഭംഗിയുള്ള ഒരു പാറ്റേൺ രൂപപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു മാഗ്നറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. മാഗ്നറ്റ് എന്താണ്, ഫീൽഡ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റ്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ a type of magnet in which magnetic field is generated when electric current flows through it. ഒരു ഇലക്ട്രിക് കറണ്ട് പ്രസൻസിൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിൽ യൂഷ്വലി എന്താണ്, ഒരു വയറ് ഒരു കോറിൽ, അതായത് അയൺ കോർ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കോറിൽ ഒരു പീസ് ഓഫ് മെറ്റലിൽ നമ്മൾ ബൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നു. ഈ ഇലക്ട്രിക് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ മാത്രം ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇനി നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ചിത്രം തന്നിരിക്കുകയാണ്. അതിനകത്ത്
നിങ്ങളോട് ചോദിക്കുകയാണ് ഐഡന്റിഫൈ ദ മാഗ്നറ്റ്. മാഗ്നറ്റ് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ എന്താണ് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ സാധാരണ മാഗ്നറ്റും എന്താണ് ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫിഗർ എന്താണ്? ബാർ മാഗ്നറ്റ് ആണ്. ഇനി ഇതെന്താണ്? ഈ മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. കാരണം എന്താണ്? ഒരു അയൺ കോർ ഉണ്ട്, അതിന് ചുറ്റി വയർ ബൗണ്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് ഏതാണ് ഫിഗർ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇപ്പൊ നിങ്ങൾ പഠിച്ചുവല്ലോ, ഇത് ബാർ മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കോർ ഉണ്ടാകും, അതിന് ചുറ്റും വയർ ബൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും. സോ ഫിഗർ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. ഇനി ഇവയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഈ ബോർഡിൽ കാണുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? തീർച്ചയായും ഒരു കോമ്പസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി കോമ്പസ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ, അതിന്റെ പൊളാരിറ്റി ഡിറ്റർമൈൻ ചെയ്യുക? പൊളാരിറ്റി ഡിറ്റർമൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിന്റെ പൊളാരിറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏതറ്റമാണ് നോർത്ത്, ഏതറ്റമാണ് സൗത്ത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു മാഗ്നറ്റിന്റെ പൊളാരിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്? അപ്പോൾ ഒരു കോമ്പസിന്റെ നോർത്ത് എൻഡ് ബാർ മാഗ്നറ്റിന്റെ അട്രാക്ട് ചെയ്യുന്ന സൈഡ് ഏതാണോ ആ സൈഡ് ബാർ മാഗ്നറ്റിന്റെ ഏതായിരിക്കും? സൗത്ത് എൻഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഒരു കോമ്പസ് നീഡില് നമ്മൾ ബാർ മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ അടുത്ത് കൊണ്ടുവരുമ്പോൾ കോമ്പസ് നീഡിലിന്റെ നോർത്ത് എൻഡ് ഏതിനകത്തോട്ടാണോ അട്രാക്ട് ചെയ്യുന്നത് ആ സൈഡ് എന്ന് പറയുന്നത്, ഏത് സൈഡിലോട്ടാണോ അട്രാക്ട് ചെയ്യുന്നത് ആ സൈഡ് ബാർ മാഗ്നറ്റിന്റെ ഏത് പോളായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. അതുപോലെ കോമ്പസിന്റെ സൗത്ത് നീഡിൽ, സൗത്ത് എൻഡ് ഓഫ് ദ കോമ്പസ് നീഡിൽ ഏത് സൈഡ് ഓഫ് ദ, ഏത് പോൾ ഓഫ് ദ മാഗ്നറ്റിലോട്ടാണോ അട്രാക്ട് ചെയ്യുന്നത് ആ പോൾ എന്ന് പറയുന്നത് മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ? എന്തുകൊണ്ടാണ്? ലൈക്ക് പോൾസ് റിപ്പൽസ്, അൺലൈക്ക് പോൾസ് അട്രാക്ട്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, what are the main difference? What is the main difference between a bar magnet and an electromagnet? അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ് എന്ന് മനസ്സിലായവർക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്നുള്ളൂ. കാരണം എന്താണ്? ബാർ മാഗ്നറ്റിന്റെ അത് ഓൾറെഡി ആ മെറ്റീരിയൽ ആസ് എ മെറ്റീരിയൽ അത് മാഗ്നറ്റൈസ്ഡ് ആണ്. ബാർ മാഗ്നറ്റ് ആസ് എ മെറ്റീരിയൽ അത് മാഗ്നറ്റൈസ്ഡ് ആണ്. ഇതിന്റെ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. അതേസമയം ഇലക്ട്രോ മാഗ്നറ്റിന് എപ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ട് അതിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോ മാഗ്നറ്റ് ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടെമ്പററിയും ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പെർമനന്റുമാണ്. അപ്പം ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇലക്ട്രിസിറ്റി ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിസം അല്ലേ? ഇനി നമുക്കൊരു ചെറിയ കഥ കേട്ട് നോക്കിയാലോ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം തമ്മിൽ ഒരു ലിങ്കും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ്, ഒരു ഫിസിസിസ്റ്റ്, അദ്ദേഹം തൻ്റെ കുട്ടികൾക്ക് ഇലക്ട്രിസിറ്റി സംബന്ധിച്ചുള്ള ഒരു പാഠത്തിൻ്റെ ക്ലാസ് എടുത്തു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം തൻ്റെ ക്ലാസ്സുകളിൽ ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ കറസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് തൻ്റെ ഡെസ്കിലിരിക്കുന്ന കോമ്പസിൻ്റെ നീഡിൽ ചെറുതായി ഡിഫ്ലക്റ്റ് ചെയ്തതായി അദ്ദേഹം കണ്ടു. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വളരെ ആശ്ചര്യമായി. അദ്ദേഹം ആ കറണ്ട് ഒന്ന് ഓഫാക്കി. അങ്ങനെ നോക്കിയപ്പോൾ കോമ്പസിൽ ഡിഫ്ലക്ഷൻ ഇല്ല. പിന്നീട് അദ്ദേഹം ഒന്നുകൂടി ഓണാക്കി നോക്കി. അപ്പോൾ അദ്ദേഹം എന്ത് കണ്ടു? കോമ്പസിൻ്റെ നീഡിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് കാണപ്പെട്ടു. ഇതേ തുടർന്ന് അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു നോക്കി. ഇലക്ട്രിസിറ്റിക്ക് മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു നോക്കി.
അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലൊരു വലിയ ലിങ്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തന്നത്. എങ്കിൽ നമുക്ക് ആ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കിയാലോ. ഓർസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു കൺസെപ്റ്റ് ഇവിടെ നോക്കാൻ പോവുകയാണ്. അതായത് ഇതൊരു ബാറ്ററിയാണ്, ഇതൊരു സെല്ലാണ്. സെല്ലിന് നമുക്കറിയാം 2 ടെർമിനലുണ്ട്, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽസിൻ്റെ അവിടെയായിരിക്കും ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കൂടുതലെന്ന് നമുക്ക് ഇതിനോടകം തന്നെ അറിയാവുന്ന കാര്യമാണ്. നെഗറ്റീവ് ടെർമിനൽസിൻ്റെ അവിടെയാണ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതൽ. അപ്പം കറണ്ടിൻ്റെ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നോക്കുക, ഇവിടെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് നെഗറ്റീവ് ടെർമിനലിലാണ്. ഇനി നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ സെല്ലിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ സംഭവിക്കും. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നെഗറ്റീവ് സൈഡിലാണ്. അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. ഈ നെഗറ്റീവ് ടെർമിനൽ ഏതാണോ അവിടുന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കായിരിക്കും ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഒക്കെ അറിയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. പക്ഷേ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. സോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പണ്ട് തന്നെ ഇങ്ങനെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ മൂലമാണ് കറണ്ട് ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് ഒത്തിരി മുമ്പ് തന്നെ നമ്മളൊരു കൺവെൻഷൻ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്നു. ആ കൺവെൻഷനിൽ നിന്ന് മാറ്റണ്ട എന്നൊരു തീരുമാനം എടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ കൺവെൻഷൻ തന്നെ ഫോളോ ചെയ്യാമെന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു തീരുമാനം വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചോദിക്കുകയാണ് ഇലക്ട്രോൺ ഫ്ലോ ഏത് ഡയറക്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കായിരിക്കും ഇലക്ട്രോണിൻ്റെ ഫ്ലോ. ഇലക്ട്രോൺ ഫ്ലോയിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ. ഇനി നമുക്ക് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്ത ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡിൻ്റെ ആ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ്. ഈ ഇലക്ട്രിക് സർക്യൂട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് നീഡിലിൻ്റെ തൊട്ട് മുകളിലായി നമ്മൾ ഈ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഈ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. അതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ ഡയറക്ഷനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പം ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്? എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ ഏതാന്ന് നോക്കുക, ആ ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് സെറ്റപ്പിൽ അദ്ദേഹം എന്ത് ചെയ്തു? എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഈ കറണ്ടിന്റെ ഡയറക്ഷന്റെ തൊട്ട് താഴെ, ആ ഒരു സർക്യൂട്ടിന്റെ തൊട്ട് താഴെ ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചു. ഈ മാഗ്നറ്റിക് നീഡിൽ വെച്ചപ്പോൾ നീഡിലുണ്ടായ ഡിഫ്ലക്ഷൻ എന്താണ് എന്നാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്ത നീഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഡിഫ്ലക്ഷൻ കാണിച്ചത്. നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്ത നീഡിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഇനി അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇനി ഈ നീഡിൽ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമോ എന്നറിയാൻ അദ്ദേഹം ജസ്റ്റ് എന്ത് ചെയ്തു? ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി കൊടുത്തു. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷനും ഈ ഡിഫ്ലക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? കറണ്ടിന്റെ ഡയറക്ഷൻ ചെറുതായി ഒന്ന് മാറ്റിക്കൊടുത്തു, നേരെ തല തിരിച്ചു വെച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? നെഗറ്റീവ് ടെർമിനൽ ഇവിടെയും പോസിറ്റീവ് ടെർമിനൽ ഇവിടെയുമായി. തൊട്ട് മുമ്പത്തെ സർക്യൂട്ടിൽ പോസിറ്റീവ് ടെർമിനൽ ഇവിടെയും നെഗറ്റീവ് ടെർമിനൽ ഇവിടെയായിരുന്നു. അപ്പം ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്. അപ്പം നമുക്കറിയാം നെഗറ്റീവ് ടെർമിനൽ എവിടെയാണോ ആ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ബിയിൽ നിന്ന് എയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിന്റെ തൊട്ട് താഴെ ഒരു മാഗ്നറ്റിക് നീഡിൽ, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇരിക്കുന്ന ഒരു മാഗ്നറ്റിക് നീഡിൽ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചു.
എന്നിട്ട് അദ്ദേഹം മാഗ്നറ്റിക് നീഡിലുള്ള ഡിഫ്ലക്ഷൻ നോക്കി. അപ്പോൾ അദ്ദേഹം എന്ത് കണ്ടു? ഈ മാഗ്നറ്റിക് നീഡിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അതായത് ഇവിടെ നോർത്തിൽ നിന്നും ചെറുതായിട്ട് ഇങ്ങോട്ട് ഈ വശത്തേക്കാണ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ്, രണ്ട് രീതിയിൽ രണ്ട് ഡയറക്ഷനിലുള്ള കറണ്ട് ഫ്ലോയും മാഗ്നറ്റിക് നീഡിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അദ്ദേഹം നോക്കിയത്. അപ്പോൾ എന്താണ്, ഒരു എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പോകുന്ന ഒരു അറേഞ്ച്മെന്റ്, തൊട്ട് താഴെ ഒരു നോർത്ത് സൗത്ത് ഡിറക്ഷനിലുള്ള മാഗ്നറ്റിക് നീഡിൽ എന്താണ് ഡിഫ്ലക്ഷൻ, ആന്റി ക്ലോക്ക് വൈസിലാണ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്. അതുപോലെ ബിയിൽ നിന്ന് എയിലേക്ക് പോകുന്ന ഒരു കറണ്ട് പോകുന്ന ഒരു സർക്യൂട്ട് മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്. അപ്പോൾ ഓസ്റ്റഡിന്റെ എക്സ്പെരിമെന്റ് നമ്മളെല്ലാവരും കണ്ടു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനെ ബേസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ 1-2 കോളംസ് ഉണ്ട്, അത് നിങ്ങൾ തന്നെ ഫിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അത് നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടന്റ് അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് മനസ്സിലായി എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ഡിഫ്ലക്ഷൻ സംഭവിച്ചത്? മാഗ്നറ്റിക് നീഡിൽ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഒക്കെ ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു അല്ലേ? അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ ഡിഫ്ലക്ഷൻ സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും? ആ കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുമ്പം അത് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡാണ് മാഗ്നറ്റിക് നീഡിലിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ഈ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ അത് കറണ്ടിന്റെ ഡയറക്ഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. കറണ്ടിന്റെ ഡയറക്ഷനുമായിട്ട് ബന്ധമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ 2 കേസ് ഓഫ് ദ എക്സ്പെരിമെന്റ് ചെയ്തു അല്ലെ? എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഫ്ലോ ഡയറക്ഷനുള്ള ഒരു സെറ്റ് ഓഫ് എക്സ്പെരിമെന്റും ബിയിൽ നിന്ന് എയിലേക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ട് പോകുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് എക്സ്പെരിമെന്റും ചെയ്തു. ഇതിൽ നിന്ന് എന്ത് വ്യക്തമാണ്? കറണ്ടിന്റെ ഡയറക്ഷനും ഡിഫ്ലക്ഷനുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുന്നു, ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുന്നു. ഇത് ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. ഈ കാർഡ്ബോർഡ് ഷീറ്റിൽ 2 ഹോൾ ഉണ്ടാക്കുന്നു. ഈ 2 ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു കണ്ടക്ടറിനെ പാസ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ രീതിയിൽ ഈ സർക്യൂട്ട്, ഈ സെറ്റപ്പ്, ഈ അറേഞ്ച്മെന്റ് നമ്മൾ റെഡിയാക്കുന്നു. അപ്പം എങ്ങനെയാണ്? ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുന്നു, അതിൽ 2 പോയിന്റിലൂടെ ഒരു കണ്ടക്ടർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, അതുമായിട്ട് ഒരു ബാറ്ററിയും ഒരു സ്വിച്ചും ഒരു റിയോസ്റ്റാറ്റും നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് വാട്ട് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ദ കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? ഡിറക്ഷൻ ഓഫ് ദ കറണ്ട് ഞാൻ പറഞ്ഞു, ഇലക്ട്രോൺ ഫ്ലോയുടെ ഡിറക്ഷൻ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. സോ ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ്, നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇങ്ങോട്ടാണ്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്താണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട് അതിന് ഓപ്പോസിറ്റ് ഉള്ള ഡയറക്ഷനാണ്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് വരുന്നത്. സോ ഏത് ക്വസ്റ്റ്യൻ തന്നിട്ടും ഡയറക്ഷൻ ഓഫ് കറണ്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന സെല്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഐഡന്റിഫൈ ചെയ്യുന്നു. നെഗറ്റീവ് ടെർമിനലിലൂടെയാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ നടക്കുന്നത്. സോ കറണ്ട് ഫ്ലോ നടക്കുന്നത് ഇവിടെ നെഗറ്റീവ് ടെർമിനൽ ഇതായതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു. സോ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ്. അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ എ ടു ബി ടു സി, അങ്ങനെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാം? ഇവിടെയാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന്റെ ഇമ്പോർട്ടൻസ്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താ പറയുന്നത്? ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ്, റൈറ്റ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനനുസരിച്ച് ഈ തമ്പിനെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫിസ്റ്റ് നമ്മൾ എൻക്ലോസ് ചെയ്യുന്നു. ആ ഫിസ്റ്റ് എൻക്ലോസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്.
സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണ്? നമ്മുടെ തമ്പിനെ നമ്മൾ റേസ് ചെയ്ത് പിടിക്കുന്നു റൈറ്റ് ഹാൻഡിലെ. ഈ തമ്പ് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷനിലായിരിക്കണം തമ്പ് പിടിക്കേണ്ടത്. തമ്പ് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫിംഗേഴ്സ് എങ്ങോട്ടാണോ എൻക്ലോസ് ചെയ്യുന്നത് ആ എൻക്ലോസ് ചെയ്യുന്ന ഡയറക്ഷനാണ് നമ്മുടെ ഫിംഗേഴ്സ് എങ്ങോട്ടാണോ എൻക്ലോസ് ചെയ്യുന്നത് ആ ഡയറക്ഷനാണ് എന്തിൻ്റെ ഡയറക്ഷൻ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി ഇങ്ങനത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ടെർമിനൽ ഇവിടെയും നെഗറ്റീവ് ടെർമിനൽ ഇവിടെയുമാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാൻ പോവാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ തമ്പിനെ റൈറ്റ് ഹാൻഡ് എടുക്കുന്നു, തമ്പിനെ നമ്മൾ ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യുന്നു. ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷനിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് എൻക്ലോസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ഫിംഗേഴ്സ് എൻക്ലോസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനിലാണ് ഫിംഗേഴ്സ് എൻക്ലോസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഫിംഗേഴ്സ് എൻക്ലോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ഡയറക്ഷനാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഡയറക്ഷനാണ് എ ടു ബി ആണ് നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്കിൽ ആ ഡയറക്ഷനിൽ തമ്പിനെ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫിംഗേഴ്സിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഫിംഗേഴ്സിനെ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ദിസ് ഇസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കാരണം എന്താ? നമ്മുടെ ക്ലോക്ക് ഇങ്ങനെയാണ് കറങ്ങി പോകുന്നത് അല്ലെ? ക്ലോക്കിന്റെ സൂചി ഇങ്ങനെയാണ് കറങ്ങി പോകുന്നത്. അപ്പൊ ഇത് ക്ലോക്ക് വൈസും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആന്റി ക്ലോക്ക് വൈസും. ഇത് ഏതാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ സെല്ലിനെ നമ്മളൊന്ന് റിവേഴ്സ് ചെയ്തു. അതായത് നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. അപ്പം ഇലക്ട്രോണിന്റെ ഫ്ലോ ഇങ്ങോട്ടാണ്, അതുകൊണ്ട് കറണ്ടിന്റെ ഫ്ലോ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ കറണ്ടിന്റെ ഫ്ലോ ഈ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തമ്പെടുക്കുന്നു, തമ്പെടുത്ത് കറണ്ട് താഴേക്കാണ് പോകുന്നത്. അപ്പൊ തമ്പെടുത്ത് താഴേക്ക് പോയപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് എങ്ങോട്ടാണ് ക്ലോസ് ചെയ്യുന്നത്? ഫിംഗേഴ്സ് ഈ ഡയറക്ഷനിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ ഡയറക്ഷനിലാണെന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയറക്ഷനിൽ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ളതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് ഈ റൂൾ ഡെവലപ്പ് ചെയ്തത്. റൂൾ എന്താണ്? കറണ്ടിന്റെ ഡയറക്ഷനിൽ തമ്പ്. അപ്പൊ ചോദിക്കുകയാണ് തമ്പ് എന്തിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷനാണ് തമ്പ്. ക്ലോസ്ഡ് ഫിംഗേഴ്സ് എന്തിന്റെ ഡയറക്ഷനാണ്? ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. തമ്പിന്റെ ഡയറക്ഷനിൽ കറണ്ടിന്റെ ഡയറക്ഷനിൽ തമ്പ് പിടിക്കുന്നു. നമ്മുടെ ഫിംഗേഴ്സ് എങ്ങോട്ടാണോ ക്ലോസ് ചെയ്യുന്നത് അതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആകും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആണ് തുടങ്ങിയിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, അവ തമ്മിലുള്ള ലിങ്ക്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് എന്നിവയൊക്കെയാണ് നമ്മളിന്ന് നോക്കിയത്. ഇതിൻ്റെ ബാക്കി പോർഷൻസ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, കണ്ടന്റുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.